നമസ്കാരം. ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഇപ്പോൾ BJP നേതാവായ PC ജോർജാണ്. അദ്ദേഹം BJP നേതാവായതിനു ശേഷം നമുക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തോട് BJPയിൽ ചേരാനിടയായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ, വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. BJPയിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ഒരു NDAയുടെ ഘടകകക്ഷിയായിരുന്നു. ഇപ്പോൾ BJPയിലേക്ക് തന്നെ ചേരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ 2013 മുതൽ BJP ആയിട്ട് സഹകരിച്ചാൽ പോകുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. എൻ്റെ എല്ലാ ഇഷ്യൂയിലും അവർ സഹകരിക്കാറുണ്ട്. BJP പോലെ കലവറയില്ലാതെ പിന്തുണ അവരെ എനിക്ക് നൽകുന്നുണ്ടായിരുന്നു 2013 മുതൽ. അതിങ്ങനെ വന്ന് ശബരിമല ഇഷ്യൂ ഉണ്ടായി. ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ BJPക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ആരെങ്കിലും സഹകരിക്കുമെന്ന് വിചാരിച്ചല്ലല്ലോ. എൻ്റെ നിയോജകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസപരമായ കാര്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന പിണറായിയുടെ നയം തെറ്റ് എന്ന് എൻ്റെ ഉറച്ച വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്ത്രീകളെ കയറ്റുന്നത് തടയാൻ പോയി. ഞാൻ കയറി തടഞ്ഞു. മറ്റു രാഷ്ട്രീയക്കാരെല്ലാം വരുന്നുണ്ട്. അവരെല്ലാം നേരെ പത്തനംതിട്ട വന്ന് കുത്തിയിരിക്കുക. അതുകൊണ്ട് പെണ്ണ് കയറാതിരിക്കും. പെണ്ണ് കയറുന്നതിനല്ല, നിയമം അനുസരിച്ച് വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ശബരിമല അയ്യപ്പനെ കാണാൻ പാടില്ല. അയ്യപ്പനെ കാണണ്ട. അപ്പോൾ അത് ക്ലിയറാണ് അർത്ഥം. അപ്പം സ്ഥിരം സോഷ്യൽ മീഡിയയിലൊക്കെ നഗ്നമായി പോലും കാണുന്ന ഒരു സ്ത്രീയെ ശബരിമല കൊണ്ടുപോയി അയ്യപ്പനെ കൊണ്ട് കാണിക്കണം നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ പിണറായിയുടെ ഒരു വിവരക്കേടിൻ്റെ ഭാഗമാണ്. അത് എതിർക്കാൻ തീരുമാനിച്ച് എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ ശരണം വിളിയിട്ട് എൻ്റെ പുറകെ കൂടി ഭയങ്കര ബഹളമായി. അപ്പുറേ 300-400 പോലീസും ഈ പെണ്ണും രണ്ട് പെണ്ണിനെയും കൊണ്ടാണ് വന്നേ. ഞാൻ നിൽക്കുന്നു. വന്നാൽ ഞാനും തയ്യാറായിരുന്നു, എന്ത് സംഘർഷം ഉണ്ടായേനെ. അപ്പോൾ അങ്ങനെ പോലീസും വളരെ മാന്യത കാണിച്ചോടും. അങ്ങനെ ഇന്ന് ഞാൻ മടുത്ത് മണിക്കൂറുകളോളം നിന്നല്ലോ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ ചേട്ടാന്നാണ്. ചേട്ടാ ഞാനിവിടെ നിൽക്കാൻ ചേട്ടൻ മാറിക്കുന്നു. അതാണ് സുരേന്ദ്രൻ, BJP ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അന്ന് BJPയുടെ യുവ വിഭാഗത്തിൻ്റെ ആളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്നാണ് ആദ്യമായിട്ട് സുരേന്ദ്രനെ കാണുന്നത്. പിന്നെ ഞാൻ അന്നേരം അവിടെ നിന്ന് മാറി ഫോറസ്റ്റ് ഗാർഡ് അവിടെ പോയി അവരെ ഇഡ്ഡലി തന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അന്ന് അത് വേറൊരു ബന്ധമായിരുന്നു ഇവരുമായിട്ടുള്ളത്. ഈ സുരേന്ദ്രൻ്റെ വരവും BJPയുടെ പ്രവർത്തനവും ഒരു ആത്മാർത്ഥത. ഇത് കഴിഞ്ഞ് പിണറായി വിജയൻ 4 പ്രാവശ്യം എന്നെ ഒരു തെറ്റും ചെയ്യാതെ നിരപരാധി എന്നെ അറസ്റ്റ് ചെയ്ത് ചുവന്നുകൊണ്ട് പോവുക തിരുവനന്തപുരത്ത്. അങ്ങനെ വന്നുകൊണ്ട് പോകുന്ന ഇവിടുന്ന് പോകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കറിയത്തില്ല എവിടെ നിന്ന് അറിയത്തില്ല ഈ RSൻ്റെ BJPയുടെ പ്രവർത്തനം അവിടെ എത്തി. അവർ എല്ലാം പുഷ്പവൃഷ്ടി നടത്തുക. പോലീസ് തന്നെ ചമ്മിപ്പോയി. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കാറിലോട്ട് ഇങ്ങനെ പൂകെറിയേ അവർ. ഒരു പ്രാവശ്യം അങ്ങനെ പോയി ഇവിടെ വട്ടപ്പാറ നമ്മുടെ അവിടെ വരുമ്പോൾ RS ക്യാമ്പുണ്ടായിരുന്നു. അവർ കയറി തടഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകണം ഇറങ്ങിപ്പോരുന്നു, നമുക്ക് ക്യാമ്പിൽ പോയി പോകാമെന്ന് പറഞ്ഞു. അവർ പോലീസ് കിടന്ന് വിഷമിച്ചു. പോലീസ് 10-20 വണ്ടി പോലീസ് ഉണ്ടെങ്കിൽ RSൻ്റെ ആ ക്യാമ്പിൻ്റെ എതിർക്കാൻ അവർ ധൈര്യം കാണിച്ചില്ല. പിന്നെ പോലീസ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അറസ്റ്റിനാക്കാൻ വേണ്ടോ ഞാൻ പോയി 7 മണിക്ക് തിരിച്ചു വന്ന് പ്രസംഗിച്ചോ, നിങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് പോകുന്നു. ഞാൻ നിരപരാധി, ഞാൻ അവിടെ ചെല്ലുന്ന ഇപ്പം ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് മൈസൈറ്റ് ചോദിച്ചു, എന്തിനാ ഈ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. പോലീസ് ചമ്മി. എന്നിട്ട് ജാമ്യം നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് നേരെ വന്ന് ക്യാമ്പിൽ കയറി അവർ സംസാരിച്ചിട്ട് നന്ദി പറയട്ടെ ഞാൻ പോന്നെ. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഈ BJPയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഭയങ്കര എൻ്റെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവർ. എൻ്റെ വീടിന് മുന്നിൽ വെള്ളം വെക്കുമ്പോൾ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ഓടിയെത്തും. ഒരു പ്രാവശ്യം പാലായിലെ അഭിനന്ദ പിതാവ് കല്ലറങ്ങാട്ട് തിരുമേനി, അദ്ദേഹം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അപകടമാണ്, അത് ആരോടാ പറഞ്ഞ് ജനത്തോടല്ല, കുറങ്ങാട് പള്ളിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് തെറ്റാണോ? അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല പറയാം, നിങ്ങളെ പൊന്നുമക്കളെ നിങ്ങൾ ലവ് ജിഹാദിലും ഈ നാർക്കോട്ടിക് ജിഹാദിലും ഇടപെടരുത്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ഒരിക്കലും അപകടത്തിൽ ചാടരുത്. ഒരു ഉപദേശം കൊടുത്ത് തെറ്റാണ്. അതിന് പെട്ടെന്ന് STP 10,000 എണ്ണം പിതാവിനെ എറിയാൻ വന്ന് വിളിക്കും. ഞാൻ അവിടെ ചെന്ന് നിന്നു. വേറെ ഒന്ന് കണ്ടേക്കാന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നു, വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ മിനിറ്റ് വെച്ച് അവിടെ ചെന്നു. ഈ 2000 എണ്ണം അവിടെ 2000 കൂടുതലുണ്ട്. അവർ തെറിയുമ്പോഴായിട്ടാണ് ഞാനും പിന്നെ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കയറുന്നതെന്ന് കാണണമെന്നുള്ള പ്ലാൻ നിന്നത്. അപ്പോൾ ഞാനും നല്ല വെൽ പ്രിപ്പയർഡായിരുന്നു. എനിക്കറിയത്തില്ല എവിടെ നിന്നറിയത്തില്ല, ഒരു 10-300 RSകാർ മിനിറ്റ് വെച്ച് അവിടെ എത്തി. ഒറ്റ ക്രിസ്ത്യാനി വന്നില്ലെന്ന് ഓർത്തണം. ഏതാ പാലായിലെ അരമനയെ ആക്രമിക്കാൻ
ഈരാറ്റുപേട്ട SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗുണ്ടകൾ വന്നിട്ട് ഒറ്റ ക്രിസ്ത്യാനിയെ കൂടെ നോക്കിയില്ല. അവിടെ വന്നത് RSകാർ. ഞാൻ RSകാർ വന്നിറങ്ങിയത് ഇമാരെല്ലാം സ്ഥലം വിട്ടു. ഇങ്ങനെ ഞാനവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് അപ്പം നോക്കിയപ്പോൾ ഒരു 2 വണ്ടി മിന്നെ വരുന്ന RS ജീപ്പ്, 2 ജീപ്പ് നോക്കി മുഴുവൻ RSകാരാണ്. നോക്കിയപ്പോൾ തൊട്ട് പറയും പിതാവ്, അതിന് പറയാൻ 2 വണ്ടി RSകാർ, 4 വണ്ടി RSകാർ പിതാവിന് പ്രൊട്ടക്ഷൻ പോയി വന്ന് കൊണ്ടകൂടി അരമനെ കൊണ്ടുവിടുക. എന്താ ഞാൻ ചോദിച്ചപ്പം പിതാവ് രാമപുരത്തായിരുന്നു. രാമപുരത്ത് ഇവന്മാർ വഴിനീളന്മാർ ആക്രമിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക RSകാർ. ഞാനിത് പറഞ്ഞ മറ്റൊന്നുമല്ല, പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദികളിൽ നിന്ന്, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ തീവ്രവാദികളിൽ നിന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ രക്ഷിക്കാൻ ഒരു സംശയമില്ല BJPക്ക് കഴിയൂ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP എന്ന് കേരളത്തിലൊരു നറേറ്റീവ് CPM അടക്കം കോൺഗ്രസ് അടക്കം മാധ്യമപ്രവർത്തകർ ഈ ഇവിടുത്തെ മാധ്യമങ്ങളെപ്പറ്റി എന്നോട് കൂടുതൽ വർത്തമാനം പറയും എത്ര ഇഷ്ടമാണ്. ഇവന്മാർ സത്യത്തിന് വില കൽപ്പിക്കുന്ന പത്രക്കാരിൽ എത്ര പേരുണ്ട്. അവരവരുടെ രാഷ്ട്രീയം വെച്ചല്ലേ പത്രം എഴുതി. പ്രത്യേകിച്ച് SFIക്കാർ പഠിക്കുന്ന കാലത്ത് SFIക്കാർക്ക് ആയിട്ടിരുന്നവരൊക്കെ മാധ്യമരംഗത്തേക്ക് പോകും, മറ്റുള്ളവരെല്ലാം വേറെ ജോലിക്ക് പോകും. അങ്ങനെ മാധ്യമരംഗത്ത് വരുന്നവനെല്ലാം അവൻ്റെ മനസ്സിലെ രാഷ്ട്രീയം വെച്ച കാര്യം കാണുന്നത്. പ്രശ്നം അവിടെയാണ്. ഇവിടെ വലിയ മുഴുപ്പ് പറയുന്നുണ്ട്. ഇന്ത്യ ഉടനെ മണിപ്പൂർ എന്ത് പറ്റിയെന്ന് പറയുന്നത്. മണിപ്പൂർ ഇന്നലെ തുടങ്ങിയ സംഭവമാണോ ഇത്? മണിപ്പൂർ എന്ന് പറഞ്ഞാൽ എത്ര വംശീയ കലാപമാണത്. അത് പ്രത്യേകിച്ച് കുക്കികളും മെയ്തികളാണ്. അതായത് ഈ 2 ഭാഗത്തും ക്രിസ്ത്യാനികൾ അറിയാവൂ. അത് 2 ഭാഗത്തും ക്രിസ്ത്യൻ പള്ളി നടക്കുന്ന 2 ഭാഗത്തും ക്രിസ്ത്യാനികൾ തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് മാറ്റാൻ കഴിയാത്ത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു 2 പ്രശ്നമുണ്ട് അവിടെ. അവർക്ക് ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ആയുധം കിട്ടുന്നുണ്ട്. കുക്കികൾക്ക് കിട്ടുന്ന പോലെ തന്നെ മേദിക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ തടയാൻ കഴിയണം. ഇതൊക്കെ തടയാൻ നടപടി കേന്ദ്ര ഗവൺമെൻറ് മോദിജി ശ്രമിച്ചിട്ടുണ്ട്. ഈ നിലയിൽ 5-6 കൊല്ലം കൂടെ പോയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ല സ്ട്രോങ് നിലപാടുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത് ഈ കുറ്റം BJPയുടെ കുറ്റമല്ല. എല്ലാ നെഹ്റുവിൻ്റെ കാലത്തൊന്നും തീർന്നില്ല, ഇന്ദിരാഗാന്ധി നോക്കി നടന്നില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ അങ്ങനെയാണ് മുഴുപ്പ് പറയുന്ന ഈ പിണറായി വിജയനാണല്ലോ മുഴുവൻ പറഞ്ഞു കിടക്കുന്നത്. മുഴുവൻ BJP കുറ്റം പറയുക. ഇങ്ങേര് മുഖ്യമന്ത്രിയല്ല, ഇങ്ങേരുടെ സമയത്ത് ഈ അടുത്ത കാലത്തല്ലേ പൂഞ്ഞാർ പൊറോനാപ്പള്ളിയിലെ വെള്ളയിലെ ഒരു കൊച്ചച്ചൻ അസിസ്റ്റൻറ്റ് വികാരിയാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം മനുഷ്യൻ. ഇത്രേ പറഞ്ഞുള്ളൂ, പള്ളി പ്രാർത്ഥന ആരാധന നടക്കുക. നിങ്ങൾ ഈ മോട്ടോർ സൈക്കിൾ ഇട്ട് ഈരാറ്റുപേട്ട നല്ല മുസ്ലിം പിള്ളേരാണ്, 28 പേരുണ്ടായിരുന്നു. മോട്ടോർ സൈക്കിളും കാറും വലിയ ശല്യം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ എരപ്പീരും ബഹളമാണ്. പള്ളിമുറ്റത്താന്ന് ഓർക്കണം. അപ്പോൾ ഈ അച്ഛൻ ചെന്ന് ആകെ പറഞ്ഞ് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകണം, ഇവിടെ ആരാധനയാണ് എന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഗേറ്റ് അടച്ചേക്കാം. അപ്പോൾ ഇങ്ങോട്ട് കയറുകയല്ലോ. അവിടെ ഗേറ്റ് അടച്ചത് ഇതിങ്ങോട്ട് ഗേറ്റ് അടയ്ക്കാണ്ട് അച്ഛൻ പോവുക. അപ്പോഴത്തേന് ഇമാർ കൊണ്ടുവന്ന് കാർ ഇടിപ്പിച്ച് കൊല്ലാൻ തുടങ്ങുകയെന്ന് ചോദിച്ചാൽ കൈ എല്ലാം പഴുക്കുണ്ടായിരുന്നു, തോളിൻ്റെ പണി. എന്ത് ചെയ്തു? കേസെടുത്തെന്ന് പറഞ്ഞു. ഞാൻ കേസെടുത്തല്ലോ എന്ന് വിചാരിച്ചു. 307 കേസെടുത്ത DYSP പോലീസ്. ആ കേസ് ഇല്ലെന്നാക്കി കളഞ്ഞു. അതെങ്ങനെ പിണറായി വിജയൻ അറിഞ്ഞില്ലേ? പിണറായി വിജയൻ തന്നെ DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞ് അവിടെ ഒരു വൈദികനെ ആക്രമിച്ചിട്ടുണ്ട്, തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. അയാൾ തന്നെ എന്നിട്ട് അത് തീർത്ത് കളയാമെന്ന് പറഞ്ഞാൽ ഒരു കേസുമില്ല. എന്നാൽ അന്ന് ഈ അച്ഛനെ ആക്രമിച്ച് പ്രതിഷേധിച്ച് അവിടുത്തെ ജനങ്ങൾ ഓടിക്കൂടി. ക്രൈസ്തവർ മാത്രമല്ല, ഹിന്ദു ക്രൈസ്തവ മുഴുവൻ പേരും കൂടി. അച്ഛന്മാരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. 5-8 അച്ഛന്മാരുണ്ടായിരുന്നു. അവരെല്ലാം കേട്ടറിഞ്ഞ് വന്നവരാണ്. ആ പ്രകടനത്തിൽ പങ്കെടുത്തപ്പം ഒരു മുസ്ലിം ഈരാറ്റുപേട്ടക്കാരൻ തന്നെയാണ്. അവൻ പോലീസിലുണ്ട്, പക്ഷേ അവിടെ പോലീസായിട്ടല്ല അവൻ വന്നത്. അവൻ എല്ലാവരെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോരെ. അവൻ്റെ വീട്ടുകാരെല്ലാം പോപ്പുലർ ഫ്രണ്ടുമാണ്, ഒന്ന് ആലോചിച്ചോണം. അപ്പോൾ അവനുമായിട്ട് വഴക്കുണ്ടായി. അവനോട് പോലീസാന്ന് നമ്മൾ ഐഡൻറ്റി കാർഡ് ചോദിച്ചു, അതൊന്നുമില്ല. അതാണ് അടി ഉണ്ടാക്കാറ്. അതിന് പിള്ളേരെ അറസ്റ്റ് ചെയ്ത്, പിള്ളേരിപ്പം 5 പേരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് ഓടിച്ചു. പിള്ളേർ പോയി ഹൈക്കോടതി ജാമ്യം എടുത്ത് നടക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 28 പേരിൽ 27 പേരെ അറസ്റ്റ് ചെയ്തായിരുന്നു? അതിനെ വെറുതെ വിട്ടല്ലോ. അത് പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരെ പരീക്ഷ ചെയ്യാൻ വിട്ടതൊന്നും എനിക്ക് തർക്കമില്ല. അതിനെക്കൊണ്ട് അത് വിടട്ടെ, പിള്ളേർ പരീക്ഷ എഴുതണമല്ലോ. പക്ഷേ ആ കേസേ ഇല്ലെന്നാക്കി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ക്രിസ്ത്യാനിയുടെ പേർക്ക് എടുത്ത കേസും കളയണ്ടേ? ആരെ ഉത്തരവാദിത്വം? അപ്പോൾ ഇതൊക്കെ പാർഷ്യലായ ഒരു പോക്കാണ്. ഇത് വളരെ അപകടകരമായ പോക്കാണ് കേരളത്തിൽ. ഈ LDFും UDFും ഈ
ഈ ഭീകരവാദികൾ, രാജ്യവിരുദ്ധന്മാർ, രാജ്യം വിഘടിക്കണം, ഇന്ത്യയായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വളരെ ദുഃഖകരമാണ്. അതായത് LDFിലും UDFിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? അന്നൊന്നും ഇതില്ല, അന്ന് ഇങ്ങനെ ഇഷ്യൂ ഇല്ലല്ലോ. അന്നൊക്കെ വളരെ വ്യക്തമാണ്. VS അച്യുതാനന്ദൻ അങ്ങനെ ഇതിനൊന്നും കൂട്ടി നിൽക്കില്ല. അവിടെ ഭൂമി കൈയേറ്റെന്ന് ഞാനല്ല അങ്ങനെ കൊണ്ട് മതികെട്ടാനില്ല, ഓടിച്ചില്ല ഇറക്കി എല്ലാത്തിനും. അന്ന് AK മുഖ്യമന്ത്രി. അതുപോലെ തന്നെ പീരുമേടുകളിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ മുഴുവൻ പട്ടിണിയായപ്പോൾ ഒരു കുഞ്ഞ് 9ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു ആത്മഹത്യ, പെൺകുഞ്ഞ്. അത് ഞാൻ ചെന്ന് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചു, ലോറി അരി കൊണ്ടുവരണം, ഞാനും കൊണ്ടുവരാമെന്ന്. ഞാനും VS കൂടെ 2-3 ലോറി അരിയാണ് കൊണ്ടുപോയി. എന്നുവെച്ചാൽ അവിടെ മുഴുവൻ ഈ പീരുമേട് മുതൽ വാഗമൺ വരെ എല്ലാ വീട്ടിലും വഴിനീളം കൊടുത്തു 5 കിലോ അരി വെച്ച്. അങ്ങനെയൊക്കെ നല്ലത് ചെയ്യണം. അത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് ചോദിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനുമായിട്ട് തർക്കം ഉണ്ടായത് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് കമ്മ്യൂണിസ്റ്റ് ഒതുങ്ങി. VS പ്രായമായി. അപ്പോൾ അതുകൊണ്ടാണോ പിണറായി വിജയനുമായി നിരന്തരം പിണറായി വിജയൻ എൻ്റെ പേര് എത്ര പേരെ കേസ് എടുക്കുന്നുണ്ട്? VSൻ്റെ ആളാന്ന്. അതാ പ്രശ്നം. വേറൊരു പ്രശ്നം, ഞാൻ ഒരു ഉദാഹരണം പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയനെ നിയമസഭയിൽ അനുകൂലിച്ച് പ്രസംഗിച്ചിട്ടുള്ള ചുരുക്ക MLA-മാരാളാണ് ഞാൻ. മറ്റുള്ളവരെല്ലാം ഞാൻ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അനുകൂലിച്ച്. എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി. അങ്ങനെ 2.5 കൊല്ലം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. കേരളത്തിന് മുഴുവൻ പദ്ധതികളും പൂർത്തീകരിച്ച് ഈ 2.5 കൊല്ലം കൊണ്ട് പിണറായി വിജയനാണ്. 1767 676 ഞാൻ നോക്കുന്നില്ല, അത്രയും മെഗാവാട്ട് വൈദ്യുതി പുതിയതായിട്ട് ഉത്പാദിപ്പിച്ചു ഈ 2.5 കൊല്ലം കൊണ്ട്. അത് ഒരു ലോക റെക്കോർഡാണ്. പിണറായി വിജയനല്ലാതെ വേറെ ആര് നോക്കിയാൽ നടക്കില്ലാത്ത കാര്യമാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും. എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്? ഇന്ന് വളരെ നല്ല മന്ത്രിയായിരുന്നു, പക്ഷേ അന്നും ഈ ലെവലിംഗ് കമ്പനിയായിട്ട് ബന്ധം തുടങ്ങി. SN ലെവലിംഗ് കമ്പനി. ആ ലെവലിംഗ് കമ്പനി ഇങ്ങനെ പഴപ്പിച്ചു. ആ പഴപ്പിച്ച് കൈക്കൂലി മേടിക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്ത് അങ്ങേരെ കൊള്ളക്കാരനാക്കി, മോശമാക്കി. അങ്ങേര് എന്നിട്ട് അധികാരം മുഖ്യമന്ത്രിയായപ്പോൾ മുഴുവൻ മോഷണമായി. ഞാൻ ചോദിക്കട്ടെ, ഒരു കരിമണ ഖനനവും പറ്റി എത്ര മോശം കേസാണ്. കരിമണ ഖനനം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഞാനന്ന് പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന കാലത്ത് അവിടെ നിന്ന് പരാതി കിട്ടിയിട്ട് ആലപ്പുഴ ചെല്ലുകയും അവിടുത്തെ കരിമണൽ ഖനനം മുഴുവൻ പൂർണ്ണമായി നിരോധിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു വരുത്തി വളരെ സ്ട്രിക്റ്റായ നിർദ്ദേശം കൊടുക്കുകയും നിയമസഭ റിപ്പോർട്ട് വെക്കുകയും ചെയ്തു പറയാം. ആ കരിമണലെല്ലാം അടിച്ചു മാറ്റി. ഞാനത് കണക്ക് കൂട്ടിയപ്പം 40,000 കോടി രൂപയുടെ കരിമണലാണ് ഈ CMRൽ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അയാൾ ആരെയും ഭയപ്പെടേണ്ടെന്നുള്ളത് തോന്നില്ല. അങ്ങനെ പോകുന്നത് ശരിയാണോ? എനിക്കെൻ്റെ അഭിപ്രായം പറയും. ഞാനിപ്പോൾ ആരെ എതിർത്താലും എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അയാൾ 40,000 കോടി രൂപയുടെ ഗവൺമെൻറ് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. അപ്പം 1,72,00,000 രൂപ എക്സാജുലിക്ക് എന്ന് പറയുന്ന വീണയുടെ കമ്പനി മേടിച്ചതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. അവിടെ ആ പ്രശ്നം. ഓഡിറ്റ് റിപ്പോർട്ട് വന്ന് നിഷേധിക്കാൻ പറ്റില്ല. അത് പരിശോധിച്ച് ഇവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര ഇതുവരെ വന്നിട്ടില്ല. വരണ്ടേ എത്ര കോടി രൂപ പിണറായി വിജയൻ്റെ മകൾ വീണ വാങ്ങിയിട്ടുണ്ട് അറിയണ്ടേ ഇത്? അത് ഹൈക്കോടതി കേസ് നിൽക്കുകയാണ്. ഹൈക്കോടതി കേസ് ഇപ്പോൾ ഈ 5-ാം തീയതി ഉണ്ടായിരുന്നു, ഇന്നലെ. അപ്പം ഹൈക്കോടതി പറഞ്ഞ് ഇനി ഈ ഇലക്ഷൻ ആയല്ലോ, ഇലക്ഷൻ കഴിഞ്ഞ് കേസെടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ ഒരു കണക്കിൽ ആ കേസിൽ വീണ ജയിലിലാകുമോ? വീണല്ല, പിണറായി ഉൾപ്പെടെ ജയിലിലാവുന്ന എൻ്റെ വിശ്വാസം. പിണറായി, വീണയുടെ അച്ഛൻ, അമ്മ, മകൻ, ആ വീണയുടെ സഹോദരൻ, ഇവരെല്ലാം ഇതിനകത്ത് പ്രതികളാണ്. സഹോദരനും ഉണ്ട്. അവനെ പയ്യൻ പുറത്തു വരാത്തതാണ്. അവനും ഇതിനകത്ത് കമ്പനിയിലുണ്ട്. എല്ലാം ഒരുമിച്ച് ജയിലിലാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ നിലയിൽ. ഈ BJPയിലേക്ക് വന്നത്, ഞാനോ? അങ്ങ് BJPയിലേക്ക് വന്നത് ഈ BJPക്കാർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന, പിന്നെ അത് കൂടാതെയുള്ള വികസനം, അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സിൻ്റെ, അതായത് ഞാൻ മുടിച്ചൊക്കെ സിറിലേക്ക് അറിയാമല്ലോ. ഞാൻ 2013 വരെ ഇവരോട് വളരെ നല്ല ബന്ധത്തിലാണ് പറഞ്ഞത്. അതെ, എല്ലാ കാര്യം അത് തന്നെ കഴിഞ്ഞ് പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പോക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക, മനസ്സിലായി? അല്ലാതെ ഇന്ത്യക്കാരല്ല. ലോകം മുഴുവൻ ബഹുമാനിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തെ പോലൊരു നേതാവില്ലെന്ന് ചൈന പോലും പറയുക. അമേരിക്ക ഇച്ചിരി കുശുമ്പുണ്ടെങ്കിലും അമേരിക്കയും മോദിയുടെ പുറകെ കിടക്കുക. ലോക നേതാവായിട്ട് ഉയർന്നിരിക്കുക മോദി. ഒരു ഇന്ത്യക്ക് ഇതിപ്പോൾ ഒരു അഭിമാനമുണ്ടോ? ഒരു ഇന്ത്യക്കാരൻ
മോദിക്ക് മുമ്പുള്ള ഭാരതീയനുള്ള വിലയല്ല മോദിയുടെ കാലഘട്ടത്തിലുള്ള ഭാരതീയനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പെൺകുട്ടികൾ പോയതിനെയൊക്കെ മിനിറ്റ് വെച്ച് ഇവിടെ എത്തിക്കുക. നേരത്തെ എത്തുമോ? ഇല്ല, പോക്കാ എല്ലാം വരിക. മറ്റ് രാജ്യങ്ങളിലോർക്കും ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഭാരതീയർ എന്ന് പറഞ്ഞാൽ ബഹുമാനവും ആദരവും ഉണ്ടായി. അതാണ് നമ്മുടെ മോദി ഭരണത്തിന് നേട്ടം. ഭാരതീയരെ ഒരു അഭിമാനമുള്ളവരാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്തൊക്കെ ഇന്നില്ല, ലോകരാഷ്ട്രങ്ങളിൽ 5ാമത്തെ സാമ്പത്തിക ശക്തി ഉയർന്നു. അദ്ദേഹം ഇന്നലെ മുന്നോട്ട് പോയാൽ 3 കൊല്ലം അല്ല 4 അല്ല 5 കൊല്ലത്തിനകം സാമ്പത്തിക രംഗത്തെ 3ാമത്തെ രാഷ്ട്രമാകുമെന്നാണ് പറഞ്ഞത്. തീർന്നില്ല. പറയുന്നത് ഒരു 10 അല്ല 15 കൊല്ലത്തിനകം അമേരിക്ക ഉൾപ്പെടെ ഉള്ള ആ സാമ്പത്തിക നിലയുണ്ടല്ലോ അതിന് മുകളിലേക്ക് വരുന്നത്. അമേരിക്കയ്ക്ക് ഒപ്പമോ അല്ല അമേരിക്കയ്ക്ക് മുകളിലുമായി സാമ്പത്തിക മേഖല വളർത്തിയെടുക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്ത് വലിയ സംഭവമായിരിക്കും. നമ്മൾ ഭാരതീയർക്ക് എത്ര മഹിമയുണ്ടാവും ഒന്നാലോചിച്ച്. ആ സാഹചര്യത്തിൽ അങ്ങേർക്ക് പിന്തുണ കൊടുക്കുന്നതാണ് മര്യാദ എന്ന നിലയാണ് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ കേരള ജനപക്ഷം പാർട്ടിയുടെ കമ്മിറ്റി ഞാൻ ഓർക്കുന്നു 2023 ഡിസംബർ 9-ാം തീയതി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, അവിടെ വെച്ച് ഞങ്ങളുടെ കമ്മിറ്റി കെ കസൻകുട്ടി ഞങ്ങളുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. ഞാൻ ഈ ചെയർമാൻ ജനം പുറത്ത് വിളിക്കുകയും കെ കസൻകുട്ടിയാണ് ഞങ്ങളുടെ ചെയർമാൻ. ഞാനും ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പം അതിൽ പങ്കെടുത്ത 95% ആളുകളും ഈ BJPയുടെ സഹകരിക്കുകയെന്ന് BJP ചേർന്നല്ല കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. അപ്പോൾ കെ കസൻകുട്ടി അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹം ചോദിച്ചാൽ പറയും. അദ്ദേഹം പ്രായ കൂടുതലായതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പൊതുവേദി കാണാത്തത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിപ്രായം അതൊന്നും കെ കസൻകുട്ടി പറയുമ്പോൾ തർക്കമില്ലല്ലോ അവിടെ. അപ്പോൾ എനിക്കൊരു ഒന്നുകൂടെ ചിന്തിക്കണം തോന്നി. ഞാൻ ഒരു കാര്യം നമുക്ക് കമ്മിറ്റി വെക്കാം. ഒരു 5 കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ചേരുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നേരം കത്ത് കൊടുത്തു. അന്നേരം കത്ത് കൊടുത്ത് ജനുവരി 30-ാം തീയതി വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് വിളിച്ചു. എന്നുവെച്ച് നാളെ ഉച്ചയോടുകൂടി എങ്കിലും എത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഡൽഹിയിൽ എത്താമെന്ന് അപ്പം തന്നെ എയർപോർട്ടിൽ വിളിച്ചു ടിക്കറ്റ് തരാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് 3 ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ മകൻ ഷോൺ ജോർജും പാർട്ടിയുടെ ഓഫീസ് ചെയറുള്ള സെക്രട്ടറി റിക്കാർഡ് മുഴുവൻ കഴിഞ്ഞ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കാക്കനാട്ട് ഞങ്ങൾ ഒരുമിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിന് കയറി ഡൽഹി ചെന്നു. അവിടെ നിന്ന് കേരള ഹൗസിലായിരുന്നു താമസിച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സീരിയസ് ഡിസ്കഷനായിരുന്നു. ആ ഡിസ്കഷൻ്റെ പ്രത്യേകത നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയുടെ കാറാണ് വന്നത്. ആ കാറല്ല ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ആ തണുപ്പത്തും അദ്ദേഹം റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. കയറി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രി മുരളീധരൻ വന്നു. അത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മുരളീധരൻ ആറ്റിങ്ങലെ ഈ 2 സ്ഥാനാർത്ഥിയും ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ നാട് രക്ഷപ്പെടാൻ ആവശ്യമാണ്. ഇവർ 2 മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നഡ്ഡയെ കണ്ടു. കഴിഞ്ഞ് പാർട്ടി മെമ്പർഷിപ്പിനൊക്കെ അപ്പുറത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ അനിൽ ആൻ്റണിയാണ് അവിടെ പത്രസമ്മേളനത്തിൽ എനിക്ക് വേണ്ടി സംസാരിച്ചത്. അനിൽ ആൻ്റണി അത് ഈ അനിൽ ആൻ്റണിയെ കൂടെ ഒന്ന് ജയിപ്പിക്കണം മരിച്ചു ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നല്ല നിലയിൽ എന്ന് മാത്രമല്ല നമ്മളവിടെ വെച്ചത് റബ്ബറിൻ്റെ ഇഷ്യൂവാണ് പറഞ്ഞ്. അപ്പം തന്നെ മനസ്സിലായി മന്ത്രി ഇടപെട്ടു. മന്ത്രി എന്ന് വെച്ച് റബ്ബർ നമ്മുടെ അതിൻ്റെ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 മണിക്കൂറിനകം ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മകൻ ഷോണം ഈ മന്ത്രിമാരും കൂടെ പോയി. അവിടെ ചെന്നു മിനിറ്റ് അന്ന് മുതൽ റബ്ബറിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ 150 രൂപ വരെ ഒന്നും മനസ്സിലായില്ലേ. അത് 200 രൂപയ്ക്ക് മുകളിലാക്കാൻ കഴിയും. ഈ 250 എന്നൊക്കെ പറയുന്നതിലൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. ചുമ്മാ ഊതി വീർപ്പിച്ച് 250 ആക്കിയാൽ പൊട്ടിപ്പോകും. ഒരു 200 ആക്കി നിർത്തിയാൽ കൃഷിക്കാരൻ പിടിച്ചു നിൽക്കും. അല്ലെങ്കിലും റബ്ബർ കൃഷി ഇനി കേരളത്തിൽ ഗുണകരമല്ലെന്ന അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ റബ്ബർ വെച്ചവരെ രക്ഷിക്കാൻ വേണ്ടി റബ്ബറിന് വില ഞാൻ പറയുന്നത്. ഭാവിയിലേക്ക് റബ്ബർ കേരളത്തിന് ഗുണകരമാവില്ല. അതിന് മാറി കൃഷിക്കാർ ചിന്തിക്കണമെന്ന അഭിപ്രായം. ഞാനത് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ളത്. എനിക്ക് ഇനി ഇപ്പോഴും പരസ്യമായിട്ട് ഞാൻ പറയുന്നു, റബ്ബർ നമ്മുടെ ഒരു കാരണം വെട്ടാൻ ആളെ കിട്ടില്ല. അത് നല്ല വെട്ടാൻ ആളെ കിട്ടി വലിയ പ്രശ്നം വന്നു. ഇത് ഈ നമ്മുടെ ഇപ്പോൾ വിയറ്റ്നാം ഉൾപ്പെടെയാണ് വളരെ ചീപ്പായിട്ട് റബ്ബർ ഉൽപ്പാദിപ്പിക്കുക. പിന്നെ നമ്മളെന്താ ഇവിടെ അത് നല്ല ഇന്ത്യയിൽ ആസാം ഉൾപ്പെടെ
നമ്മുടെ ആ മേഖല മുഴുവൻ ഇപ്പോൾ റബ്ബർ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെന്തിനു ഈ പുറകെ കിടക്കുന്നത്? വേറെ കൃഷി വെച്ചാൽ അതിനുള്ള ലാഭമില്ലേ? നമ്മൾ കൊക്കോ അല്ലെങ്കിൽ ഈ ജാതി, റംബുട്ടാൻ, പിന്നെ കൈത, പിന്നെ അതുപോലുള്ള കൃഷികളിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, നമുക്ക് ജീവിക്കാനും മാർഗം ഉണ്ടാകുന്ന എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചെറുകിട വ്യവസായങ്ങൾ കൂടെ ഉണ്ടാകും. ഇതൊന്നും ഉണ്ടാകാൻ ഇവിടെ സമ്മതിക്കില്ല. LDF UDF ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ തീർക്കുകയല്ലേ. നമ്മുടെ പിള്ളേരെല്ലാം ജീവനും കൊണ്ട് ജോലി കിട്ടാൻ വേണ്ടി നാട് വിട്ടു പോകുക. അതൊക്കെ മാറണം. ഇതൊക്കെ മാറണമെങ്കിൽ BJPയുടെ ശക്തി കേരളത്തിൽ വർദ്ധിക്കണം. BJP നിർണായക ശക്തിയായിട്ട് വന്നാൽ ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനൊരു ബോധ്യത്തോടുകൂടിയാണ് BJP ചേർന്നത്. അതിനൊരു സാധ്യത ഇപ്പൊ കാണുന്നുണ്ടോ? താരപ്രചാരകന്മാരിൽ ഒരാളാണ് കേരളത്തിലെ. യാതൊരു സംശയം വേണ്ട, നോക്കിക്കോളൂ. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുകയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി MLA-മാരുള്ള പാർട്ടിയായി BJP മാറും. കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ജനം മനസ്സിലാക്കിയാൽ, വർക്ക് ശരിയായി വീടുകളിൽ ചെന്നാൽ, മോദി ഈ കേരളത്തിൽ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യും. അതിനുള്ള അവസരം നമ്മുടെ പ്രവർത്തനം ഉണ്ടാക്കി കൊടുക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയമായിട്ട് ഞാൻ നേതാവ് നീ നേതാവ് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. നേതാവ് അനുയായി ഒന്നുമില്ല. റോഡിലിറങ്ങുക, ജനങ്ങളെ കാണുക, ജനങ്ങളെ സമീപിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു സംശയം വേണ്ട, ഞാൻ ആദ്യം ഒരു 5 സീറ്റ് വരെ ജയിക്കുന്ന ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല. ഇത്തവണ അക്കൗണ്ട് തുറക്കുന്നുള്ളിൽ ഒരു സംശയം വേണ്ട. പാർലമെൻറ്റിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ 7 നിയോജകമണ്ഡല അസംബ്ലിയാണ് ഒരു പാർലമെൻറ്റ്. പിന്നെ കോൺഗ്രസിൻ്റെ ഞാൻ ചെയ്യട്ടെ, വോട്ട് ചെയ്യുന്ന ജനങ്ങളൊന്ന് ചിന്തിക്കണ്ടേ. ഇവിടുന്ന് കഴിഞ്ഞ തവണ 20 എണ്ണവും 19 കോൺഗ്രസ്, ഒരു കമ്മ്യൂണിസ്റ്റ്. എന്ത് കിട്ടി? ഈ മാന്യന്മാർ അവിടെ ചെന്നിട്ട് ഗാന്ധിപ്രതിയുടെ കുത്തിയിരുന്ന് ചിന്താവ് വിളിച്ചതല്ലാതെ സഭയ്ക്കകത്ത് എന്ത് ആകെ ആ പ്രേമേന്ദ്രൻ മാത്രമുണ്ട് വർത്തമാനം പറഞ്ഞാൽ. അത് അങ്ങേരെ അത് മാന്യമായിട്ട് ഈ കേരളത്തിൻ്റെ അഭിമാനമായിട്ട് പ്രേമചന്ദ്രൻ സംസാരിച്ചു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു MP അല്ലാതെ വേറെ ഒരൊറ്റ MP പറ്റി ഞാൻ കേട്ടില്ല മിണ്ടിയതായിട്ട്. MP-മാരെല്ലാം ഇങ്ങനെ ചുമ്മാ പ്ലെയിൻ ടിക്കറ്റ് കിട്ടി ചൊല്ലി കിടക്കുന്നു, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, കാണാനില്ല. അത് ഞങ്ങളുടെ MP ഉണ്ട്, നമ്മുടെ ആൻഡ്വാനി എന്ന് പറയും, പത്തനംതിട്ട. അങ്ങേരെ ഇലക്ഷൻ കാലത്ത് നടക്കും. ഞാൻ ഇപ്പോൾ ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അതിന് കണ്ടിട്ട് എവിടെ പോയെന്ന് അറിയത്തില്ല. 3 തവണ MP ആയിരുന്നു. ഇങ്ങനെ നിലം വിട്ടു പോകും. നല്ല ചുവന്ന് കുട്ടപ്പന അടിക്കുന്നത് നടക്കുകയാണ്. എന്നതാ പണിയെന്ന് എനിക്കറിയത്തില്ല. ആകെ ചെയ്യുന്നത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈമാസ് ലൈറ്റ് കൊണ്ടിടും. എന്നുവെച്ചാൽ അതിൽ ഒരു 3 അടി നീളത്തിൽ MP-യുടെ പേര് എഴുതി വെക്കും. പിന്നെ ഒരു വെയിറ്റ് ഷർട്ട്, 2 ലക്ഷം രൂപ കൊണ്ട് ഒരു വെയിറ്റ് ഷർട്ട് ഇടും. അതിനൊരു 25 ലക്ഷം രൂപ കൊടുത്ത് വെച്ച് അത് മുഴുവൻ മോട്ടിക്കുക. വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി, അതും അതേലും എഴുതി MLA-യുടെ MP-യുടെ ഫണ്ടെന്ന്. വളരെ മോശമല്ലേ. വേറെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ. അത് തന്നെ കേന്ദ്രത്തിൽ ഒത്തിരി ഒരു ഇതാണ് കേട്ടോ. ഈ സ്കൂളിലെ പിള്ളേരെ മുഴുവൻ ഒരു പ്രത്യേക സ്കീം പെടുത്തിയ കഴിഞ്ഞാണല്ലോ, ഒരു കുട്ടിക്ക് 8,000 രൂപ ഒരു വർഷം കിട്ടും. എല്ലാ കുട്ടികൾക്കും 2,000 കുട്ടികൾ വരെയുള്ള സ്കൂൾ ഏറ്റെടുക്കുക അവൻ. നമ്മുടെ മന്ത്രി നമ്മുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി അതിൻ്റെ വകുപ്പ്. പുള്ളി എന്നോട് പറഞ്ഞ് എത്ര സ്കൂളിൻ്റെ എഴുതിക്കോളം പറഞ്ഞ് മുഴുവൻ തുറന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് തരാൻ കഴിയും. എത്ര രൂപ പിള്ളേരിലേക്ക് വരും. ഈ പിള്ളേരെ വളർത്താൻ വേണ്ടി നമ്മൾ ചങ്ക് പറിച്ച് കിടക്കണ്ട, പിള്ളേരെ തന്നെ വളർന്നു കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുക്കും. അങ്ങനെയുള്ള ഒത്തിരി പദ്ധതികളുണ്ട്. ഇതൊന്ന് ഒന്നാമത് ഇവിടെ കേന്ദ്രത്തിലൊരു പദ്ധതി വരുന്ന ഇവന്മാർ സമ്മതിക്കാനാണ്. വന്നാൽ തന്നെ പിണറായി വിജയൻ്റെയാന്ന് പറയും. എന്തൊരു കഷ്ടകാലം എന്നാലോചിച്ച് സങ്കടകരമാണ്. തിരുവനന്തപുരം MP-യുടെ ഒരു പെർഫോമർ റിപ്പോർട്ട് കണ്ടു. റിപ്പോർട്ടിൽ ഏതാണ്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്ക് എല്ലാ MP-മാരും കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം സ്വന്തം പദ്ധതികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും വന്നത്. തിരുവനന്തപുരത്ത് MP-യുടെ പേരിൽ ഹൈമാസ് ലൈറ്റ് എല്ലാം മറ്റൊന്നുമില്ല. ഇല്ല, തിരുവനന്തപുരത്ത് MP-യോ 17.5 കോടി രൂപ പുള്ളിയുടെ പേരിൽ അക്കൗണ്ട് വന്നിട്ട് അതിൽ 7.5 കോടിയുടെ 10 കോടി ചിലവഴിച്ചിട്ടില്ല. ബാക്കി ആ 7.5 കോടിയുടെ കണക്കും കൊടുത്തിട്ടില്ല. പിന്നെ എന്നെ വർത്തമാനം പറയുന്നത് പത്തനംതിട്ട MP-യുടെ അത് തന്നെയാണ്. 17.5 ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ബഹുഭൂരിപക്ഷം MP-മാരെ അങ്ങനെ. അതായത് മാറ്റമുള്ളത് നമ്മുടെ പ്രേമചന്ദ്രൻ മാത്രം.
അതേ നമ്മൾ അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞു. ജോലി ചെയ്യണ്ടേ? ഒരു ജോലിയും ചെയ്യാനില്ല. പി എമാരെ ഏൽപ്പിച്ച് തൊള്ളി നടക്കുക, മോശമാണ്. ഈ തിരുവനന്തപുരത്ത് എന്താ സ്ഥിതി? ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതി ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പള്ളികളിലും ഒക്കെ പോയി അച്ഛന്മാരെ കണ്ടിരുന്നു. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ്. ഞാൻ ഇന്നലെ പോയ പള്ളി അറിയാമല്ലോ, ഇവിടെ പള്ളിയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി. ആ റൂട്ടിൽ എന്നോട് അവിടെ നിന്ന് ആളുകൾ പറയുക, ഒരച്ഛനെ പറഞ്ഞു, ഒരാൾ BJP ഇല്ലായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ആക്റ്റീവ് വർക്കേഴ്സ് 60-ന് മുകളിലുണ്ട്. ഞാൻ അവിടെ കണ്ട സ്ത്രീകളും അമ്മമാരും നമ്മുടെ സഹോദരങ്ങളും എല്ലാം BJP വോട്ട് ചെയ്യാൻ എന്നോട് വാക്ക് പറഞ്ഞു. ചെറിയ കാര്യമല്ലല്ലോ അത്. അപ്പം വലിയ മാറ്റം ഉണ്ട്. ആ മാറ്റം ഒരു വിജയത്തിലേക്ക് എത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് സാധാരണ ഒരുപാട് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ഒരാൾ കൂടിയാണ്. ഏകദേശം ഒരു എത്ര സീറ്റ് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? സാധ്യത പറഞ്ഞാൽ അത് പറയല, അത് പറഞ്ഞാൽ അത് ഏതാണെന്ന് പിന്നെ അന്വേഷണം തുടങ്ങും. ക്രോസ് വോട്ടിംഗ് പേടിച്ചിട്ടാണ്. അത് എന്നോട് വേറെ പല കാര്യങ്ങളുണ്ട്, അത് പറയുന്നത് വലിയ അബദ്ധമാണ്. ഒരിക്കലും ഇന്ന തിരുവനന്തപുരം ജയിക്കുമെന്ന് പറയാം, അതല്ലാതെ വേറെ ഓരോന്നോരോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പറയരുത്. പിന്നെ അത് രാഷ്ട്രീയമായി നമുക്ക് നഷ്ടമുണ്ടാകും. അത് ക്രോസ് വോട്ടിംഗ് ഫൈനിട്ടാണോ? പലതുണ്ട്, അതല്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ശശി തരൂർ, അത് പുള്ളി UN നേതാവൊക്കെ ആണല്ലോ, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ഞാനും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലാണ് മത്സരം. അത് തന്നെ ഒരു സംശയം. എന്താ ഉദ്ദേശം? എന്താ? അയാൾ ഇരുതല മൂർച്ചയുള്ള വാളാണ് ഉപയോഗിച്ചത്. അയാളങ്ങനെ പൊട്ടറൊന്നുമല്ലോ. അയാൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, രാജീവ് ചന്ദ്രശേഖരൻ ഞാനുമായിട്ട് മത്സരം എന്ന് പറഞ്ഞാൽ എന്നെ ജയിപ്പിച്ചേക്കണം, എന്നെ അതാ ഇവിടുത്തെ ഇടതുപക്ഷക്കാരെ ഇങ്ങോട്ട് വോട്ട് ചെയ്തു, അതായത് പറഞ്ഞത്. അത് തന്നെയല്ല ഒന്നാമത്. എന്നാലും പഞ്ഞിനെ പോലെ ഒരാളെ CPM അതായിരിക്കാൻ വരുന്നത്. ഈ LDF സാധാരണ ചെയ്യുന്ന LDF UDF തർക്കമുണ്ടെങ്കിലും കേരളത്തിൽ ഭയങ്കര തർക്കവും കണ്ടാൻ മിണ്ടുകയില്ലെങ്കിലും ഓൾ ഇന്ത്യയിൽ ഒന്നാണ്. അതെ അതെ. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ BJP ജയിക്കും. കഴിഞ്ഞാണ് നമ്മുടെ സുരേന്ദ്രൻ ജയിക്കേണ്ടതല്ലേ. പക്ഷെ ഇത്തവണ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവർക്ക് ചിഹ്നം പോലും നഷ്ടപ്പെടാൻ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് അല്ലെങ്കിലും പോക്കാന്നറിയാം അവർക്ക്. ചിഹ്നം നഷ്ടപ്പെട്ടാൽ അവർക്ക് എന്താ? അത് ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന കുറേ പേരാണ് ഇപ്പോഴും CPMൻ്റെ ശക്തി. അതൊക്കെ തന്നെ പോകും. അത് പോകേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ മുൻ മന്ത്രി ഇങ്ങനെയുള്ള നമ്മുടെ AK ബാലൻ പാലം പറഞ്ഞില്ല, അവിടെ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു പാർട്ടിയെ മോശമാക്കാനല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് CPI ആണ് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ CPI ആകുമ്പോൾ അവർക്ക് ചിഹ്നമൊന്നും CPMന് പ്രശ്നമല്ല. തൃശ്ശൂരിലും CPIയുടെ സ്ഥാനം. അതാ പറഞ്ഞേ. അപ്പോൾ CPM വോട്ടുകൾ മറിച്ച് തീർന്ന് കിട്ടണം എന്ന ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് ശശി തരൂർ അത് പറഞ്ഞത്. മനസ്സിലായി? CPIയെ സത്യത്തിൽ അടിച്ചൊതുക്കുകയല്ലേ ചെയ്യുന്നത്. അതാ എന്താ അവരെ അഖിലേന്ത്യാ ലെവലിൽ അവർ ജീവിച്ചിരിക്കുക ഏറ്റവും സീനിയറായ ഒരു വളരെ മാന്യനായ പന്നിനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി CPM എങ്ങാനും അങ്ങനെ കാല് വാരിയാൽ ഓൾ ഇന്ത്യ ലെവലിൽ CPI തർക്കമുണ്ടാവും, ഇവരെ ബന്ധം വീഴും, ഇടതുപക്ഷം തകർന്നു പോകാം. അത് സംഭവിച്ചോട്ടെ, എനിക്കിഷ്ടമാണ്. ഇടതുപക്ഷം തീർന്നു കിട്ടും, ഒരു സംശയം വേണ്ട. അങ്ങനെ പന്നിനെ നിലംപരിശാക്കിയാലുണ്ടല്ലോ. തൃശ്ശൂർ തന്നെയാണ് അവസ്ഥ. തൃശ്ശൂരും ത്രികോണ മത്സരമാണ്. സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി, CPIയുടെ സ്ഥാനാർത്ഥിയാണ്. സുനിൽകുമാർ CPIയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നല്ല, മികച്ച നേതാവ്, വളരെ മാന്യം, ഭയങ്കരമായ ജനസ്വാധീനമുള്ള. ഞാൻ വ്യക്തിയോട് വളരെ അടുപ്പമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ്. അവിടെ കാലുവാരിയാൽ അപകടം ഉണ്ടാവും. മുരളിയല്ലേ അപ്പറേ കോൺഗ്രസ്. പക്ഷെ അവിടെ മുരളിയുടെ ഒരു നിയമത്ത് വന്ന് മത്സരിച്ചതുപോലെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഈ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുരളിക്ക് സാധിക്കുമായിരിക്കും. അതായിരിക്കും അവരുടെ കാൽക്കുലേഷൻ. അങ്ങനെ വല്ല ഈ മുരളിയും ഒരു സത്യത്തിൽ ആളുകളോട് വളരെ സൗമനസ്യത്തോട് പെരുമാറുന്നയാളാണ് മുരളി. കാരണം ഗുണങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിലെ ഈ അടുത്ത കാലത്തെ നിലപാട് മാറ്റങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാകും. ആ നഷ്ടം ഇനിയെങ്കിലും പോകാതിരിക്കാൻ മുരളി ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം.
ഏതായാലും പുള്ളിയുടെ സഹോദരി വളരെ മാന്യമായി BJP മെമ്പർഷിപ്പ് എടുത്തു. ഞാൻ സിറിയിൽ അറിഞ്ഞ മോളെ കൂടിയാണ്, ഞാനോട് വളരെ അടുപ്പുള്ളൊരു കൊച്ചാണ്. എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ ഇങ്ങനെ BJP ചേരുന്നതിനെപ്പറ്റി ആലോചിക്കുകയാണ്, ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഞാൻ നീ ഒന്നും പഠിക്കാതെ എവിടെ മെമ്പർഷിപ്പ് കിട്ടുമോ ആ മെമ്പർഷിപ്പ് മേടിച്ച് സ്തുതി ഇരിക്കുമോ, നീ അവിടെ ചേരണം, ഇത് തന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു, ഞാൻ ഇന്ന് ചേരുകയാണെന്ന് പറഞ്ഞു. ഞാൻ കൺഗ്രാജുലേഷൻ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ചെയ്തു. വളരെ നല്ല കുട്ടിയാണ്. എന്താ വെച്ചാൽ കരുണാകരനെ അത്രയും സ്നേഹിച്ച് വളർത്തി വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, കേരളം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ആരാന്ന് വെച്ചാൽ ഞാൻ പറയും കരുണാകരൻ. ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയമായിട്ടും. അത് കഴിഞ്ഞ് ഞാൻ VS പറഞ്ഞു, VS ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരാന്ന് വെച്ചാൽ VS ആണ്, നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഭരണാധികാരി മുഖ്യമന്ത്രി എന്നതിൽ കരുണാകരൻ കഴിഞ്ഞ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ഒരു പാവം എന്നുള്ളതല്ല, അത് അങ്ങേര് ഞാൻ ഒരു സ്വഭാവത്തിൻ്റെയാണ്. പുള്ളി 8 കൊല്ലം കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്. ഒരു 100 രൂപയുടെ ഉപയോഗം കേരളത്തിന് തന്നില്ലെങ്കിൽ ഒരു 100 രൂപയുടെ ലാഭം. അതുകൊണ്ടായിരിക്കും മകനെ കേരളത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി BJPയിൽ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം അത് എൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് ഇടക്കാലത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അനിൽ ആന്റണി അത്ര നല്ല സ്ഥാനാർത്ഥിയല്ല എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് കണ്ടു. ശരിയാണ്, പിന്നെ ഒരു സംശയം വേണ്ട. കാരണം കേരളം പോലൊരു സ്റ്റേറ്റിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല, അത് ശരിയാണ്. പക്ഷേ ആ മാറ്റം വന്നു. ആദ്യം വരുമ്പോൾ എന്നതൊന്നും അറിയത്തില്ല, നീ പുള്ളി കേരളമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ ഇപ്പോൾ വന്ന് പഠിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അസാധ്യമായിട്ട് ഗ്രാസ്പിംഗ് പവറുള്ള ഒരു നല്ല ചെറുപ്പക്കാരന്. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവൻ ചെയ്യും, മിടുക്കനാണ്. ഇത്തവണ ഇത്തവണ എൻ്റെ ഒരു വിശ്വാസം ജയിക്കുന്നു. കാരണം പത്തനംതിട്ട ആർക്കൂട്ടി ഐസക് രമേഷും 4,50,000 കോടി രൂപ കടമാക്കി കേരളത്തിലെ മുഴുവൻ കടക്കണിലാക്കിയ ഐസക്ക ഒരു സ്ഥാനാർത്ഥി. ആര് വോട്ട് ചെയ്യാൻ? സഹാക്കന്മാർ വോട്ട് ചെയ്യാനില്ലല്ലോ. പിന്നെയുള്ളത് 3 പ്രാവശ്യം MLA MP ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ആക്രമിക്കില്ല. അങ്ങേര് നാട്ടിലറിയാത്തവൻ 5 or 6 വെയിറ്റേറ്റും പെടുന്നു വെച്ച് ചാതാ വലുതെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു MP യാണ്. അയാളെ കാണാമെന്ന് മനുഷ്യനില്ല. അപ്പോൾ വോട്ട് ചെയ്യാൻ ഈ അനിൽ ആന്റണിയേ ഉള്ളൂ ജനങ്ങൾക്ക്. അതുകൊണ്ട് സ്വാഭാവികമായി അനിൽ ആന്റണി ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇത്തവണ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത് മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം ഏതാണ്ട് ഒരു ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ. ഇപ്പോൾ തൃശ്ശൂർ, പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ വലിയ രീതിയിലുള്ളൊരു വേവ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ, അതുപോലെ ആറ്റിങ്ങൽ, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വളരെ പോസിറ്റീവായ വേവുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെ കാസർഗോഡ്, അങ്ങനെ വിവിധ സ്ഥലങ്ങൾ വളരെ മികച്ച സ്ഥാനം, പാലക്കാട്. അപ്പം ഇങ്ങനെ മികച്ച സ്ഥലങ്ങൾ, മികച്ച സ്ഥാനാർത്ഥികൾ, മികച്ച സ്ഥലങ്ങൾ. BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഫലം ചെയ്യുമെന്ന് തന്നെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? എന്ത് സംശയം? അതായത് വളരെ നല്ല സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്താണ് ഇത്തവണ നമ്മൾ നാമനിർദ്ദേശപത്രിക കൊടുത്ത് മത്സരിപ്പിക്കുന്നത്. അതിൻ്റേതായ മാറ്റം ജനങ്ങളിൽ ഉണ്ടാകുന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസും CPM എന്ത് ചെയ്തു? അവരുടെ MLA 3 or 4 എണ്ണമാണ് മത്സരിക്കുന്നത്. മനസ്സിലായില്ലേ? ഗതിയായിപ്പോയി. ഇവിടെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് നിലനിൽക്കില്ല. ഇടതുപക്ഷം കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷം ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഈ ഇലക്ഷൻ, അടുത്ത നിയമസഭാ ഇലക്ഷൻ 29 ഇലക്ഷൻ നടക്കുമല്ലോ. അപ്പോഴേക്കും ഈ CPM എന്ന് പറയുന്ന പ്രശ്നം കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അധികാരത്തിൽ ലോകത്താദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാരൻ EMS ആണ്. ചരിത്രത്തിലുണ്ടത്. ഇനി ചരിത്രത്തിൽ ഒന്നുകൂടി എഴുതി വെക്കും. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന് ആ പ്രസ്ഥാനത്തെ തീർത്ത് അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ആൾ പിണറായി വിജയൻ പേരെഴുതി വെക്കും. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉണ്ടാവില്ല. പക്ഷെ ഒരു ഫലപ്രദമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവുന്നില്ല. അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരും. കാരണം പറയാം, ഇവിടുത്തെ ഈ പാവപ്പെട്ട ഈഴവ സമുദായമുണ്ട്. ആ സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെല്ലാം കൂടെ കമ്മ്യൂണിസ്റ്റ് നീക്കുകയാണിപ്പോൾ. ഈ കമ്മ്യൂണിസം കളിപ്പീരാണെന്ന് അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവർ വിടുന്നതോടുകൂടി ഇതൊരു മുസ്ലിം ഭീകരവാദികളുടെ പാർട്ടിയായിട്ട് മാറും. മനസ്സിലായില്ലേ? മുസ്ലിം ഭീകരവാദികൾ, നല്ല മുസ്ലിങ്ങൾ ആരുമില്ല. മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങളെപ്പോലുള്ള മാന്യന്മാരൊന്നുമില്ല. ഇത് മുസ്ലിം ഭീകരവാദികൾ, പോപ്പുലർ ഫ്രണ്ട്
അതിൻ്റെ ഒരു 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 വക്താവല്ലേ പിണറായി വിജയൻ. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ? ഇത് പിണറായി നിയന്ത്രിക്കുന്നവരാ ഫാരിസ് അബൂബക്കർ ഒരാൾ. ഈ മുസ്ലിം തീവ്രവാദി എന്ന വാക്ക് ശരിയാണോ? മുസ്ലിം തീവ്രവാദി എന്നല്ല പിന്നെ എങ്ങനെയാണ് പറയണ്ടേ? ഒരു വിഭാഗത്തിനെ അല്ല, ആ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ക്രിസ്ത്യൻ തീവ്രവാദികളുടെ ക്രിസ്ത്യൻ തീവ്രവാദി തന്നെ ഞാൻ പറയും. ഹിന്ദു തീവ്രവാദികളുടെ ഹിന്ദു തീവ്രവാദി. ഇതുണ്ട് മുസ്ലിമിലും ക്രിസ്ത്യാനിലും ഹിന്ദുവിലും ഒക്കെ തീവ്രവാദമുണ്ട്. എല്ലാ തീവ്രവാദവും തെറ്റാന്ന് എൻ്റെ അഭിപ്രായം. തീവ്രവാദം തെറ്റാണ്. ആ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി പറയും നീ വോട്ട് വേണ്ടെന്ന് പറയുന്നു. ഈ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തൻ വോട്ട് എനിക്ക് വേണ്ട. SDP വോട്ട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നുണ്ടല്ലോ, വർത്തമാനം എടുക്കുന്നുണ്ട്, അവരൊരുമിച്ച് ഭരിക്കുന്നില്ലേ. ഞാൻ കഴിഞ്ഞ തരത്തിൽ പറഞ്ഞല്ലോ, മുസ്ലിം തീവ്രവാദി എന്നല്ല ഞാൻ പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ ശിഥിലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ, ആ ശക്തികളെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടും SDP ഉൾപ്പെടെയുള്ളവരാണ്. അവരുടെ വോട്ട് എനിക്ക് വേണ്ട. അത് പറയട്ടെ, നിലപാടാണ്. ആ നിലപാട് എല്ലാവരും പറയട്ടെ. അത് പറയാൻ BJP സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ പക്ഷേ അത് ഞാൻ പറയും. ഞാൻ ഒരു മടിയില്ല പറയും. ഞാൻ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പരാമർശമായിരിക്കുമോ അങ്ങേ അവിടെ ഈരാറ്റുപേട്ടയിലും മറ്റും പ്രശ്നം ഉള്ള ആളാക്കി മാറ്റിയത്? അതല്ല, അവർ ഞാൻ ശബരിമല പ്രശ്നം വന്ന് എനിക്കെതിരെ അവർ ശബരിമലയ്ക്ക് പെണ്ണുങ്ങളെ കയറ്റണമെന്ന് പക്ഷെ അത് കാര്യമാക്കുന്നില്ല. അതവർ നല്ല മുസ്ലിം എല്ലാം സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ട്. കുറച്ച് തീവ്രവാദികൾ SDP ഗുണ്ടകൾ ഞാൻ പണ്ട് എന്നെ എത്ര എണ്ണൊക്കെ കൊണ്ടുപോയി. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ 60 കൂടുതൽ എണ്ണം എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഒരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടായിരുന്നു, അവൻ ഉൾപ്പെടെ പോയി. അവനെന്നോട് ഞാൻ ചോദിച്ചു, കൗൺസിലറായിട്ടേക്ക് വരുന്ന ഞാൻ ചോദിച്ചു, ചേട്ടന്മാരെ നീയെങ്കിലും ഈ തീവ്രവാദം നിർത്തിയിട്ട് എല്ലാവരും ഒന്നിപ്പിക്കാൻ നോക്കാൻ പറയും. ഇല്ല, മുസ്ലിം അല്ലാത്തവർ ജീവിക്കാൻ അവകാശമില്ല, അവനെ കൊന്നാലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയുക. എന്നോട് പറയുക. അവനോട് ചേട്ടൻ്റെ കഴുത്ത് വെട്ടിയാൽ അത്രയും വലുതാണെന്ന് ഞാൻ കരുതുന്നു അവൻ എന്നോട് പറഞ്ഞത്. അവനെ എന്നെയെ കൊണ്ടുപോയി. അവനിപ്പോൾ എവിടെ പോലും അറിയത്തില്ല. എന്നെയെ കൊണ്ടുപോയത് മാത്രമല്ല, അവൻ്റെ വാർഡിൽ അവൻ്റെ ആളെ കാണില്ലാത്തതുകൊണ്ട് അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് പുതിയ ഇലക്ഷൻ നടത്തി. അവൻ്റെ ഒരു കസിൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലായി, അത്രയും ഭീകരമായ ചിന്ത ഇരിക്കുന്ന അവനെന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് അത്ര ബന്ധമുള്ളവനാണ്. എന്നോട് ചേട്ടൻ്റെ കഴുത്ത് വെട്ടിയാൽ പോലും ലാഭമാണ് ഇനി വിശ്വാസപ്രകാരം. അങ്ങനെ ഈ പഠിപ്പിക്കുന്ന ഒരു നില അപകടകരമാണ്. ആ കാര്യത്തിൽ മുസ്ലിം സമുദായം അല്പം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇന്ത്യ പോലൊരു രാജ്യത്ത് മുസ്ലിം മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതായത് നമ്മുടെ സൗദി അറേബ്യയിലോ അറേബ്യൻ രാജ്യങ്ങളിലോ പോലും ഇല്ലാത്ത ഒരു സ്വഭാവമല്ലേ ഇവിടെ കാണിക്കുന്നത്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനും SDP സൗദിയിലോ അല്ലെങ്കിൽ മറ്റേ അറേബ്യൻ രാജ്യങ്ങളിൽ ഇതിനു മുമ്പ് കഴുത്തുവെട്ടിക്കളിയാണ് രാജാവ്. ഇവിടെ ഇന്ത്യ ജനാധിപത്യത്തിൽ ആർക്കും എന്ത് കുളത്തിനും കാണിക്കാമല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന SDP ആളുകളുടെ അതേ സ്വഭാവം ആയിട്ട് അവർ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ഒന്ന് പറയട്ടെ, അപ്പോൾ കാണാം. മുസ്ലിമിന് വേണ്ടി ആണെങ്കിലും ഇത് കഴുത്ത് വെട്ടിപ്പോകും. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ നമ്മുടെ എല്ലാ ആനുകൂല്യവും പറ്റുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ സംവരണം എല്ലാം ഇവരുടെ കയ്യിലല്ലേ. ഇത് അറബി വാദ്യന്മാർ പഠിപ്പിക്കുന്ന അവരുടെ ഫണ്ടും നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ടും കൂടെ കൊടുത്തുകൊണ്ട് അവർക്ക് പെൻഷനും ശമ്പളം കൊടുക്കുക. എന്നിട്ട് ആ കാശ് മേടിച്ചിട്ടാണ് ഈ പണി. നമുക്ക് മക്കയ്ക്ക് പോകും, അതിന് സബ്സിഡി കൊടുക്കുക. അതുപോലെ ആനുകൂല്യങ്ങൾ മുസ്ലിം സമൂഹത്തിന് വാരിക്കോരി കൊടുത്തിട്ടും അതിനകത്ത് തീവ്രവാദികളുണ്ടായി വരുന്നെങ്കിൽ ആ സമൂഹം അത് ചർച്ച ചെയ്യണം. ശരിയല്ലെന്ന് പറയേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. BJP ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങ്. ഈ മാറ്റം അങ്ങയുടെ വിഭാഗത്തിലടക്കം മറ്റുള്ള മുസ്ലിം വിഭാഗത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണം. കാരണം അത് BJP നേതൃത്വ ലെവലിൽ ചില ചർച്ചകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. കാര്യത്തിൽ ഉദാഹരണം പറയാം. BJP RSൻ്റെ ഏത് RSൻ്റെ അവിടെ നിൽക്കട്ടെ, അതൊരു പ്രത്യേക ഇതാണ്. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യോഗം തുടങ്ങുമ്പോൾ ആദ്യം എന്നാ വന്ദേ മാതരം എന്ന് വെച്ചാൽ വന്ദേ മാതരം എല്ലാം അവിടെ പാടുക, ഒരു തെരുപ്പുമില്ല. എന്നാൽ ഈ ആദ്യമായിട്ട് യോഗ നടപടി ആരംഭിക്കണം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന എന്ന് പറയുക. എന്നിട്ട് ഈ വന്ദേ മാതരം അങ്ങ് പാടുക. എന്നാ കുഴപ്പം? നല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഒരു സെക്യുലറിസമായി. അതായത് വന്ദേ മാതരത്തിന് തന്നെ കുഴപ്പം. ആ വന്ദേ മാതരം എന്ന് പറയാതെ ഈശ്വര പ്രാർത്ഥന
അപ്പം എല്ലാവരും ഒരുപോലെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ആയി അന്നേരം രാഷ്ട്രീയ പാർട്ടി ചെയ്ത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇതിലേക്ക് ആളുകളെ സ്വാധീനിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ BJPയോട് വലിയ ഐത്തം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അത് പല ചിലപ്പോൾ ഒരു ജാതി വിഭാഗം അത് പറയാം. അയിത്തം എന്നുണ്ടായിരുന്ന അയിത്തം ഉണ്ടെങ്കിൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു BJPയുമായി ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ BJP അനുഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമരംഗത്ത് പോലും നിരവധി പ്രശ്നങ്ങൾ എനിക്കറിയാം. അതൊക്കെ ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമാണ്, അതപ്പം കച്ചവടത്തിന് വന്നവരാണെന്ന് അറിയണ്ടേ. ഇപ്പൊ ഉദാഹരണം, ഞാൻ BJP ചേർന്നു. എൻ്റെ മകനോട് BJP ചേരാൻ ഞാൻ പറയலாம் BJP ചേർന്നു. അവൻ എന്നേക്കാൾ ആക്റ്റീവായിട്ട് ഓടി നടക്കും. മനസ്സിലായി? നേരെ മറിച്ച് അവൻ BJPയിൽ, ഞാൻ കോൺഗ്രസിലാണെങ്കിൽ എന്നെ ശരി. ആന്റണിയുടെ മകൻ വന്നതിനെ എതിർക്കേണ്ടതോ കരുണാകരന്റെ മകൾ BJPയിലേക്ക് വന്നതിനെ എതിർക്കേണ്ടോ ആവശ്യമില്ല. എന്നെ ചോദ്യം എന്തേ പിന്നെ എതിർക്കുന്നമാരെല്ലാം കൂടെ നടന്നു. എൻ്റെ ആവശ്യം. പക്ഷെ തുഷാറിനെ അവർ എതിർക്കുന്നില്ല. അവിടെയാണ് വ്യത്യാസം. വിലയാടല്ലേ ഇടതുപക്ഷത്തിന്റെ ഒരു തിരിച്ചറിവായിരിക്കുമോ? വെള്ളാപ്പള്ളി തുഷാർ വന്നുകൊണ്ട് കാര്യമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കുമോ? അത് നമുക്ക് ഞാൻ തർക്കത്തിൽ കിടക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ തുഷാറിന് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് അതിന്മേൽ തീരുമാനമെത്താം. ഈ തുഷാർ ഇപ്പം SNDPയുടെ വൈസ് ചെയർമാൻ കൂടല്ലേ, അപ്പം NDAയും കൂടാണ്. അപ്പോൾ എല്ലാം കൂടെ BJPയുടെ വോട്ട് ഒന്നും പോകാൻ മുഴുവൻ കിട്ടും. അങ്ങനെ വരുമ്പം എത്ര വോട്ടുണ്ടെന്ന് നോക്കിയിട്ട് നോക്കാം. കാരണം 5 ലക്ഷത്തോളം ഈഴവ വോട്ടുണ്ട് പുള്ളി നിൽക്കുന്നിടത്ത്. ജയിക്കാൻ ഈസിയാണ്. നോക്കാം നമുക്ക് ഇലക്ഷൻ കഴിയട്ടെ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അവരോട് തുഷാറിന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചെയ്യണമെന്നേ പറയണമെന്നേ ഞാൻ പറയുന്നേ. ഇത് നമുക്ക് തർക്കമുണ്ടോ? പക്ഷെ നമുക്കറിയാം എങ്ങനെ ഇരിക്കുന്നുള്ള അറിയാം. ജനം എങ്ങനെ സ്വീകരിക്കും നോക്കാം. ഇത്തവണ നല്ല സാധ്യതയുണ്ട് കോട്ടയത്താണ് എന്നാണ് BDJSന്റെ ചില ആൾക്കാർ പറയുന്നത്. അവരങ്ങനെ പറഞ്ഞില്ലേ പിന്നെ അവർ BDJS ആയി കാണുമോ? ആ പാർട്ടി തുടരാൻ പറ്റുകയല്ലോ. അല്ല അതെന്തുപാട്ടെ നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കണ്ട. തീർച്ചയായും കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുമെന്നും അത് BJPക്ക് ഗുണകരമാകുമെന്നുമാണ് അങ്ങ് വിശ്വസിക്കുന്നത്. 100%. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ സംസാരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. BJPയിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തോടൊപ്പം ഒരു പ്രതിപക്ഷ പാർട്ടിയായി പോലും വളരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ചില സൂചനകളാണ് PC ജോർജ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിനുമപ്പുറം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ശക്തിയായി പ്രതിഫലിക്കുമെന്ന കൃത്യമായ സന്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട്.